മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. തികച്ചും ലളിതമായ, പ്രാധാന്യം ഒരിക്കലുമില്ലാത്ത ഒരു ചെറിയ കാര്യം പറയാനാണ് ഇന്ന് ഈ അവസരം ഉപയോഗിക്കുന്നത്. യൂട്യൂബിലും ഫേസ്ബുക്കിലും നിരന്തരമായിട്ട് ചെറിയ 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 ചികിത്സകളെക്കുറിച്ച് വരുന്നുണ്ട്. ഇഞ്ചി ഉപയോഗിച്ച്, ചെറുനാരങ്ങ ഉപയോഗിച്ച്, തക്കാളി ഉപയോഗിച്ച്, കർപ്പൂരം ഉപയോഗിച്ചുള്ള ചികിത്സ എന്നീ രീതിയിലുള്ള വാർത്തകൾ. പണ്ട് ഞാൻ CSIR തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി നിസ്റ്റിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരാള് കളിയിക്കാവിളയിൽ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ഊരമ്പ് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഈഴവ സമുദായത്തിലെ ജനത ക്രൈസ്തവ സമുദായത്തിലേക്ക് മതം മാറിയപ്പോൾ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവന്ന സ്ഥലമാണത്. തിരിച്ച് ഗുരുദേവൻ കൊണ്ടുവന്ന സ്ഥലമാണെന്നുള്ളത് കൂടി മറക്കരുത്. അങ്ങനെ ഉള്ള ആ സ്ഥലത്ത് നിന്ന് ഒരാള് ഇത്രയും വലിപ്പമുള്ള ഒരു ചെറിയ ഗുളിക ലാബറട്ടറിയിലേക്ക് കൊണ്ടുവന്ന് ഇത് ക്യാൻസറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മരുന്നാണ്, ഇതൊന്ന് പരിശോധിച്ച് തിരിച്ചെനിക്ക് റിസൾട്ട് തരണമെന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു എന്ന് പറയായിരിക്കും കുറെ കൂടി നല്ലത്. ആ വ്യക്തിയുടെ അടുത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ ലോകത്തിലെ ഏത് മരുന്നും, അത് ലോകത്തിലെ ഏത് രാജ്യത്തിലായാലും ശരി, പുതിയതായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അത് ക്യാൻസറിനാണെങ്കിലും ബാക്കി ഏതിനാണെങ്കിലും, അനവധി തരത്തിലുള്ള റിസർച്ച് നടത്തിയിട്ട് വേണം നല്ലതാണോ ചീത്തയാണോ എന്ന് ചിന്തിക്കാനും ഉപയോഗിക്കാനും. ഈ അടുത്ത കാലത്ത് ആരൊക്കെയോ പറയുന്നത് കേട്ടു, ലക്ഷ്മി തരു എന്ന് പറയുന്നത് ക്യാൻസറിന് ഉത്തമ ചികിത്സയാണെന്ന്. ആരാണോ അത് തെളിയിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഒരു തരത്തിലുള്ള പ്രൂഫുമില്ല. വലിയൊരു വ്യക്തി വലിയൊരു കാര്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് സത്യമാവണമെന്നൊന്നുമില്ല, പ്രത്യേകിച്ച് ചികിത്സാ രംഗത്ത്. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇതുമാതിരിയുള്ള ഗുളികകൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം എലികൾ, പിന്നെ മുയല്, പിന്നെ അതിനേക്കാളും വലിയ മൃഗങ്ങളിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിലുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും വിലയിരുത്തിയിട്ട് അവസാനം കുരങ്ങനിൽ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നീടാണ് മനുഷ്യനിൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. അതിന് ഇത്രയുള്ള ഗുളിക ഒരാൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഇത് ക്യാൻസറിന് നല്ലതാണ്, ഞാൻ പരിശോധിച്ച് നോക്കി എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും അത് ക്യാൻസറിനുള്ള ഗുളികയാവില്ല, അല്ലെങ്കിൽ ഡയബറ്റിക്സിനുള്ള ഗുളികയാവില്ല. വെറുതെ ഓരോന്നും ഈ ഒരു മണ്ഡലത്തിൽ പ്രചരിപ്പിക്കുന്നത് വളരെ തെറ്റാണ്. എൻ്റെ ഡിഗ്രിയും ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലുള്ള ഡിഗ്രിയാണ്. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ചെലവിലാണ് ശരിക്കും ഒരു മരുന്ന് വരുന്നത്. ഞാൻ പണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ലാബറട്ടറിയിൽ ട്രോമറിൽ എന്ന് പറയുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് കണ്ടുപിടിച്ചിരുന്നു. 10-20-25 വർഷത്തെ ഗവേഷണം കൊണ്ടാണ് അങ്ങനെ ഒരു ഡ്രഗ് കണ്ടുപിടിച്ചത്. അത് അന്ന് 1 കോടി രൂപയ്ക്ക് പേറ്റന്റ് എടുത്തു. അവസാനം അത് സ്വസ്തിക് കെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനിക്ക് ആ പേറ്റന്റ് കൊടുത്തു. ആ ലാബറട്ടറിയിൽ നിന്ന്, ഗവൺമെന്റ് ലാബറട്ടറിയാണ്, അവർക്ക് കൊടുത്തു. അവരേതാണ്ട് 1 വർഷം കൊണ്ട് അവരുണ്ടാക്കാവുന്ന പ്രോഫിറ്റുകളെല്ലാം ഉണ്ടാക്കി. പക്ഷെ ആ സമയത്താണ് തിരിച്ചറിഞ്ഞത് ആ മരുന്ന് അല്പം കൂടുതൽ കഴിച്ചാൽ ജനറ്റിക്കലി പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഈ സാധാരണക്കാർ, യുവാക്കളോ യുവതികളോ കഴിച്ചാൽ ഉണ്ടാവുന്ന കുട്ടിയുടെ ശാരീരിക പ്രകൃതി പോലും അബ്നോർമൽ ആവുന്ന ലെവലിലേക്ക് എത്തും എന്ന് കണ്ടുപിടിച്ചത്. ഉടനെ അത് നിരോധിക്കുകയും ചെയ്തു. അപ്പോൾ 10-25-30 വർഷത്തെ പരീക്ഷണം കൊണ്ട് കണ്ടുപിടിച്ചത് പെട്ടെന്ന് നിരോധിക്കേണ്ടിയും വന്നു. ഇവിടെ പറയാൻ ആഗ്രഹിച്ചത്, വളരെ വളരെ ചെറിയ കാര്യങ്ങളെന്ന് തോന്നുന്ന പല ചികിത്സാ സമ്പ്രദായങ്ങളും ക്യാൻസറിന്, ഡയബറ്റിക്സിന്, BP-ക്ക്, അല്ലെങ്കിൽ ഹാർട്ടിന്, ഹാർട്ട് ബീറ്റ് നോർമലാക്കാൻ, ബ്രെയിനിന്, പേപ്പട്ടി വിഷത്തിന്, ചിക്കൻ ബോക്സിന്, വൈറസ് ഫീവറിന് എന്നൊക്കെ പറഞ്ഞ് പലതും പ്രചരിപ്പിച്ചത് ഒരു തരത്തിലുള്ള
സയന്റിഫിക് തെളിവുകളുമില്ലാതെ അത് ജീവിതത്തിൽ രോഗികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിയണം. അടുത്ത കാലത്ത് എൻ്റെ തന്നെ കുടുംബം ഒരിക്കൽ പറയുകയുണ്ടായി, കപ്പങ്ങയുടെ ഇല അത് ചതച്ച് അതിലെ ചാറ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൂടും, ഹീമോഗ്ലോബിൻ കൂടുന്നതല്ല. കപ്പങ്ങയുടെ ഇലയിലുള്ള ടോക്സിൻ എന്തെല്ലാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കപ്പങ്ങ ഉപയോഗിക്കാം, പക്ഷെ കപ്പങ്ങയുടെ പപ്പായയുടെ ഇലയിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയാതെ ഒരു 10-25 ദിവസം അതെല്ലാം ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് മൂക്കിൽ കയ്യും വെച്ചുകൊണ്ട് കുടിക്കുമ്പോൾ ഓർമ്മിക്കുക, നമുക്കറിയാത്ത, പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാത്ത, പഠനങ്ങൾക്ക് വിധേയമാക്കാത്ത എന്തെല്ലാമോ പ്രശ്നങ്ങൾ അതിലുണ്ടെങ്കിൽ അതുകൂടി അനുഭവിക്കേണ്ടി വരും. ധാരാളം ആയുർവേദ മരുന്നുകൾ ഇപ്പോൾ അസാധാരണമാം വിധത്തിൽ അഡ്വർടൈസ്മെന്റിന് വിധേയമാക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി, അതിലൊന്നായിരുന്നു ലവണതൈലം. ആ അടിസ്ഥാനപരമായിട്ട് ശാസ്ത്ര സത്യമല്ലാത്ത സിമ്പിൾ കുട്ടിക്ക് പോലും അത് സയൻസ് അല്ല, അല്ലെങ്കിൽ പ്രയോജനപ്രദമല്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനെ കോടിക്കണക്കിന് രൂപയുടെ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടാണ് അത് മാർക്കറ്റിൽ വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നും അതിന് എന്തെല്ലാം പ്രൂഫാണ് ഉള്ളത് എന്നറിഞ്ഞൂടാ. ഒരുപക്ഷെ ആ മരുന്ന് രോഗമില്ലാതെയാക്കി എന്ന് വരാം, ആ പർട്ടിക്കുലർ രോഗത്തിന് ആ മരുന്ന് നന്നായി എന്ന് വരാം. പക്ഷെ ആ മരുന്നിൽ നിന്ന് പിന്നീട് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ആരുത്തരം പറയും? ശരീരത്തിന് പുറത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് തൊലി കത്തിപ്പോയി, കരിഞ്ഞുപോയി, കറുത്തുപോയി എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുക. അകത്ത് ഉപയോഗിക്കുന്നതിന് വളരെയേറെ ശ്രദ്ധിക്കണം. ഫേസ്ബുക്കിലും യൂട്യൂബിലും അല്ലാതെയും വരുന്ന ധാരാളം മരുന്നുകളെ കുറിച്ച് അതിവിചിത്രമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വളരെ വളരെ ശ്രദ്ധിക്കണമെന്നും ധാരാളം മുറിവൈദ്യന്മാർ ഇതുപോലെയുള്ളത് പലർക്കും കൊടുക്കുന്നുണ്ടെന്നുള്ളതും ശ്രദ്ധിക്കണമെന്നും, ഒരുപക്ഷെ ആ മരുന്ന് കഴിച്ച് 5-6 രോഗികൾക്ക് അവരുടെ അസുഖം മാറിയിട്ടുണ്ടാവാം. ഇല്ല എന്നുള്ളതൊന്നും അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ ആ മാറിയവർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് കൂടി നോക്കണം. യഥാർത്ഥത്തിൽ പണ്ട്, ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, മലപ്പുറത്താണെന്നാണ് എൻ്റെ വിശ്വാസം, ഒരു നമ്പൂതിരിയുടെ വീട്ടില് ഈ പേപ്പട്ടി വിഷമിറക്കുന്ന ഒരു ചികിത്സയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അതുണ്ടെന്നാണ് എൻ്റെ ധാരണയോ തെറ്റിദ്ധാരണയോ. എന്തായാലും അവിടെ എങ്ങനെയാണ് പേപ്പട്ടി കടിച്ചു എന്ന് സംശയിക്കുന്ന വ്യക്തിയെ അവിടെ കൊണ്ടുപോകും. അവിടെയും ഈ പേപ്പട്ടി കടിച്ചവരെ ചികിത്സിക്കുന്ന വിധത്തില് ജയിലഴികൾ മാതിരി അഴികളുള്ള മുറികളുണ്ട്. അയാളെ അതിനകത്ത് സ്വബോധത്തോടു കൂടി അതിനകത്തിടും. എന്നിട്ട് ഒരു മരുന്ന് കലക്കി അത് കൊടുക്കും. ഒരു 1/2 മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂർ കഴിയുമ്പോൾ അയാളെ പേ പിടിച്ച വ്യക്തി ബിഹേവ് ചെയ്യുന്ന മാതിരി വികൃതമായിട്ട് വയലന്റായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോ ദൂരെ കണ്ടു നിൽക്കുന്നവർ ദുഃഖത്തോടു കൂടി ആണെങ്കിലും വിചാരിക്കും പേപ്പട്ടി കടിച്ച വിഷം ഇറങ്ങുന്നതിന്റെ പ്രകടനമാണ്, പ്രദർശനമാണ് ഈ കാണുന്നത്. ശരിക്കായിരിക്കും അയാൾ അങ്ങനെ പെരുമാറുന്നത്. അയാൾ തന്നെ അറിയില്ല ഇതെന്താ സംഭവിക്കുന്നത് അയാൾക്കെന്ന്. പേപ്പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കുമോ ആ പേ പിടിച്ച മനുഷ്യൻ പെരുമാറുന്ന അതേപോലെ ആയിരിക്കും പെരുമാറുക. പക്ഷെ കൊടുത്ത മരുന്ന് എന്താ അറിയാമോ? ഉമ്മത്തിന്റെ കായാണ്, സ്ട്രാമോണിയമാണ് കൊടുക്കുന്നത്. സ്ട്രിക്നീൻ എന്ന ആൽക്കലോയിഡാണ് അതിനകത്തുള്ളത്. ഒരു പട്ടി കടിക്കാത്തവനും ഈ സാധനം കൊടുത്താൽ അതേപോലെ ഉണ്ടാവും, അതേപോലെ പെരുമാറും. അതിന് പേപ്പട്ടി കടിക്കണമെന്നില്ല, ഒന്നും കടിക്കണമെന്നില്ല. ഈ സ്ട്രാമോണിയം ഉമ്മത്തിന്റെ കായയുടെ അടിച്ച് കലക്കിയ ജ്യൂസ് കൊടുത്താല് അത് സ്ട്രിക്നിൻ, അത് CNS വയലന്റ് ആയിട്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ സ്റ്റിമുലന്റാ, വയലന്റ് ആയിട്ട് അടിച്ച് കലക്കി അയാൾ പെരുമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് പേപ്പട്ടിയുടെ പേ വിഷബാധ ഇറക്കുകയാണെന്ന് ധരിച്ച് ആൾക്കാർ വീണ്ടും പട്ടി കടിച്ചാൽ അവിടേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഇപ്പോഴും നടക്കുന്നുണ്ട്. പണ്ട് നടന്നിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇപ്പൊ നാട്ടുകാരത് പൂട്ടിച്ചോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു പവിത്രതയുടെ, നമ്പൂതിരിയുടെ വേദം പഠിച്ച ഒരു കുടുംബത്തിലെ ആൾക്കാർ നടത്തുന്നത് കൊണ്ട് പെട്ടെന്ന് അതിനെ ഒബ്ജക്ട് ചെയ്തൊന്നും ചിലപ്പോൾ വരില്ല. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അത് നമ്പൂതിരി ചെയ്താലും, നമ്പ്രാന്തിരി ചെയ്താലും, ജോസഫ് ചെയ്താലും, അബ്ദുൾ റഹ്മാൻ ചെയ്താലും,
കുഴപ്പം ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പം തന്നെയാണ്. അതൊക്കെ ഏതോ പവിത്രമായിട്ടുള്ള കർമ്മമാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ, രോഗികളായവരെ ഇതേപോലെയുള്ള ചികിത്സയ്ക്ക് വിധേയമാക്കുമ്പോൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ബ്ലോഗിലോ അല്ലെങ്കിൽ ഇമെയിലിലോ ഒക്കെ കാണുന്ന വിവരണങ്ങൾ ഉപയോഗിച്ച് ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമായിട്ടുള്ള ആയുർവേദമാണെന്നും 5000 വർഷത്തെ പാരമ്പര്യമുണ്ടെന്നും എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്ന ലേഖനങ്ങള്, വരികള്, നിർദ്ദേശങ്ങള്, ഉപദേശങ്ങള്, വിൽക്കുന്ന വസ്തുക്കള് എല്ലാം ശ്രദ്ധയോടുകൂടിയേ സ്വീകരിക്കാവൂ എന്ന് മാത്രം പറയുന്നു. അതുകൊണ്ട് മോഡേൺ മെഡിസിനും എല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നുമില്ല. എൻ്റെ ഭാര്യ ഇന്നും അനുഭവിക്കുന്നത് ലോകപ്രസിദ്ധ ന്യൂറോളജിസ്റ്റ് കൊടുത്ത സ്റ്റിറോയിഡിന്റെ പരിണതഫലമാണ്. എത്ര കാലമായി അനുഭവിക്കാൻ തുടങ്ങിയിട്ടപ്പോൾ. മോഡേൺ മെഡിസിൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മെഡിക്കൽ കോളേജിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ന്യൂറോളജി പ്രൊഫസറാണ് ഈ ചികിത്സിച്ചിട്ട് ഈ മരുന്ന് കൊടുത്തത്. ഇല്ലാത്തൊരു രോഗത്തിന് മരുന്ന് കൊടുത്ത് അവളെ 3 വർഷമായിട്ട് പരമരോഗിയാക്കി മാറ്റിയതും ഈ പ്രൊഫസർ തന്നെയാണ്. ഏതായാലും ഏത് മരുന്നായാലും, മോഡേൺ ആയാലും, ഏൻഷ്യൻ്റ് ആയാലും, ആയുർവേദമായാലും, ഹോമിയോപ്പതി ആയാലും, അലോപ്പതി ആയാലും, പ്രകൃതി ചികിത്സയാണെങ്കിലും, അക്യൂപങ്ക്ചർ ആണെങ്കിലും, ഏതായാലും ശരി, ശ്രദ്ധയോടുകൂടി മാത്രമേ എടുക്കാവൂ. അഡ്വർടൈസ്മെന്റിന്റെയോ അല്ലെങ്കിൽ തെളിവുകളില്ലാത്ത പലതിൻ്റെയും തെളിവുകൾ ഉണ്ടെന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നതും പരസ്യം കൊടുക്കുന്നതും ഒക്കെ ശ്രദ്ധിച്ചു വേണം ജീവിതത്തിൽ പകർത്താൻ എന്ന് മാത്രം അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.